ഹായ് ഗായ്സ്, അപ്പം നമ്മൾ അടുത്തതായി യാത്ര ചെയ്യാൻ പോകുന്നത് മണാലിയിലേക്കാണ്. അതെ, മഞ്ഞ് കാണാൻ തന്നെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഏതായാലും മഞ്ഞൊന്നും കാണിക്കുന്നില്ല. പോയി അവിടെയുള്ള നമ്മൾ താമസിക്കുന്ന റൂമും ഹോട്ടലും പിന്നെ കുറച്ച് അവിടെ അടുത്തുള്ള ടെമ്പിൾസും ഒക്കെയാണ് ഞങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഒരു 4:30 ആകുമ്പോൾ ഹിമാചൽ പ്രദേശിൽ തന്നെയുള്ളൊരു ബിയാസ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ മണാലിയിലേക്കെല്ലാം പോകുന്ന എല്ലാ വണ്ടികളും ഇവിടെ നിർത്തി ചായയും മറ്റു കടികളൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് നമ്മൾ ആദ്യം യാത്ര ചെയ്യുക. കാരണം ഇനിയുള്ളത് ടണലും അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പം നിർത്താനുള്ളൊരു സ്ഥലമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതിലെ ആദ്യത്തെ ടണൽ. ഇങ്ങനെ കുറേ നമ്പർ ഓഫ് ടണൽസ് ഉണ്ട്, എല്ലാത്തിനും ഓരോ നമ്പറാണ്. നമ്പർ 10, നമ്പർ 11, അങ്ങനെയൊക്കെ ഓരോ നമ്പറുകളാണ് ടണലുകൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് മണാലിയിലേക്കാണ്. അപ്പോൾ എന്തായാലും കുളു പാസ് ചെയ്യണം. കുളു കഴിഞ്ഞിട്ടാണ് മണാലി. അപ്പം കുളുവിൽ എന്തായാലും ആദ്യം ഇറങ്ങില്ല, നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് കുളു എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ കുളുവിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ മണാലിയിൽ പോയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഒരു ഉച്ച ടൈമിലാണ് ടെമ്പിളും മറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. അപ്പം അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ മഞ്ഞ് കാണാൻ പോകുന്ന ദൃശ്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഹിമാചൽ പ്രദേശിൻ്റെ ഓരോ ദൃശ്യങ്ങളാണ്. ഇത് ഏകദേശം കുളു എത്തിക്കഴിഞ്ഞപ്പോഴുള്ള ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള പട്ടണങ്ങളും സ്ഥലങ്ങളും ഒക്കെയാണ്, ഗ്രാമപ്രദേശങ്ങളും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിയാസ് നദിയാണ്. അപ്പോൾ മുന്നേ ഒരു പ്രളയമൊക്കെ വന്ന് ഇവിടെ ആകമാനം തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടു, പല ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ കണ്ടു പോകുന്ന വഴിക്ക്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ന്യൂസിലൊക്കെ കണ്ടതായിരിക്കും ആ ഹിമാചൽ പ്രദേശിലെ ആ ഒരു വെള്ളപ്പൊക്കവും മറ്റുമൊക്കെ. അപ്പോൾ ബിൽഡിങ് തകർന്നതൊക്കെ, അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പല ദൃശ്യങ്ങളും ഞാൻ കണ്ടുകൊണ്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്താറായി നമ്മൾ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അകലെ മലമുകളിലായി മഞ്ഞിങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷകളിങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ യാത്രയിലെ പലരും ആദ്യമായാണ് മഞ്ഞ് കാണാൻ പോകുന്നത്, ഞാൻ ഉൾപ്പെടെ. അപ്പം അതൊന്ന് അനുഭവിച്ചറിയാനുള്ള ഒരു സന്തോഷത്തിലാണ്. ആ മലമുകളിലൊക്കെ മഞ്ഞുണ്ട്, പക്ഷേ രാവിലെ ആ ടൈം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയറായി ഫോണിൽ കാണാത്തത്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ അവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെയൊക്കെ വാഹനങ്ങളാണ്. പല പല മേഖലകളിൽ നിന്നും പല ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. പക്ഷേ കൂടുതലായി ഞാൻ മണാലിയിലെത്തിയപ്പോൾ മലയാളികളെ കൂടുതലായി കാണാനായിട്ട് സാധിച്ചു. ഓൾഡ് മണാലി മാർക്കറ്റിൽ പോയപ്പോഴാണെങ്കിലും കൂടുതൽ മലയാളികളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് വെച്ച് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഹിമാലയൻ ആപ്പിൾസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ഹോട്ട് എയർ ബലൂണിൻ്റെ സംഭവങ്ങളാണ് ഇതൊക്കെ. 2-3 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഒന്നേ ഇപ്പം പ്രവർത്തിക്കുന്നുള്ളൂ, അതുകൊണ്ട് അതെടുത്തു. അപ്പം നമ്മളങ്ങനെ ഹോട്ടലിലേക്ക് കയറുകയാണ്. ഹോട്ടലിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് റിസപ്ഷൻ ഏരിയ ആണ്. അപ്പോൾ റിസപ്ഷൻ ഏരിയയിൽ തന്നെ അവിടുത്തെ പ്രധാന സ്ഥലങ്ങളുടെ ഫോട്ടോസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ റൂമിൽ കയറിയിട്ട് ബാക്കിയുള്ള ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റൂമിൻ്റെ പുറത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. കാരണം ഇത് മൊത്തം ആപ്പിൾ മരങ്ങളാണ് മുകളിലേക്ക് ടോപ്പിലേക്ക് കാണുന്നത്. ഇപ്പോൾ ജസ്റ്റ് പൂവ് ഇതായി വന്നിട്ടേ ഉള്ളൂ. ആപ്പിളിൻ്റെ സീസണായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സീസണിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് റൂമിൽ നിന്നുകൊണ്ട് തന്നെ ആപ്പിൾ പറിക്കാം. അമ്മാതിരി സെറ്റപ്പാണ്. അപ്പോൾ ഇത് ടോയ്ലറ്റ് ജസ്റ്റ് കാണിച്ചാണ് അവിടെ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരത് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ജസ്റ്റ് ഒരു പിക്കും എടുത്തൊരു 12 മണി സമയമാകുമ്പോൾ വെറുതെ നടക്കാനായി പുറത്തേക്ക് ഇറങ്ങി. ഒരു 12-12:30 ആയാലും ഒട്ടും ചൂടില്ലാത്ത അന്തരീക്ഷം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ഇത് പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ദൃശ്യങ്ങളാണ്. നമ്മൾ മണാലിയിലെ പല ഭാഗങ്ങളും കാണാനായിട്ട് പോകുന്ന
ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത് ഹഡിംബ ടെമ്പിളിലേക്കായിരുന്നു. നോക്കുമ്പോൾ ഹഡിംബ ടെമ്പിളിൽ പോകുന്ന വഴിക്ക് മരമെങ്ങാനും മുറിഞ്ഞ് വീണ് വഴി തടസ്സപ്പെട്ടത് കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പോൾ നമ്മൾ പ്ലാൻ ചേഞ്ച് ആക്കി. ആദ്യം നമ്മൾ പോകുന്നത് വസിഷ്ഠ ടെമ്പിളിലേക്കും അതിനുശേഷം നമ്മൾ പോകാനായി പോകുന്നത് ഈ ഓൾഡ് മണാലിയുടെ അടുത്തുള്ള ടിബറ്റൻ മോണാസ്ട്രിയിലേക്കുമാണ്. അപ്പം ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് കാണാനുള്ള സംഭവങ്ങളുള്ളൂ, അല്ലാതെ വലിയ സംഭവങ്ങളില്ല. പക്ഷെ കാണാൻ രസമുള്ള സംഭവങ്ങളാണ്. ആദ്യമായി കാണുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രാവലറിലാണ്. ഇപ്പോൾ 3 ട്രാവലർ ആക്കിയിട്ടാണ് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി വസിഷ്ഠ കുണ്ടിലെത്തിയാൽ ട്രാവലർ മുകളിലേക്ക് പോകാൻ കഴിയില്ല. ഈ അമ്പലം കുറച്ച് ഹൈറ്റിലാണ്. അപ്പം ചെറിയ പാതയാണ്. അപ്പോൾ ചെറിയ ചെറിയ വണ്ടികളിൽ കാറുകൾ അവിടുന്ന് വേറെ വണ്ടിയാക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് കണ്ട മഞ്ഞുമലയുടെ ദൃശ്യം പകർത്തിയതാണ്. അപ്പോൾ സ്പോട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ 4-5 വാഹനങ്ങളിലാണ് ബാക്കി 38 പേരും 39 പേരും യാത്ര ചെയ്തത്. അപ്പോൾ ഈ ഒരു ഓൾട്ടോയിലായിരുന്നു കയറിയത്. പിന്നെ മണാലിയിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ പട്ടികളെ കാണാനും അതിഭംഗിയാണ്. കാരണം ഇത് മാത്രമല്ല, ഇത് ഞാൻ ജസ്റ്റ് ഒരു പട്ടിയുടെ പിക്കെടുത്തതാണ്. അവിടെ ഉള്ള പട്ടികളെന്ന് വെച്ചാൽ തടിച്ച് നല്ല രോമങ്ങളൊക്കെ ആയിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞാനതിൽ ഒന്നിനെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചു. അവിടെ കുറേ നായ്ക്കുട്ടികളെയും കണ്ടു. അപ്പോൾ അതൊക്കെ ഇവിടെ അതിജീവിക്കാൻ സാധ്യത കുറവാണ് ഇവിടുത്തെ ടെമ്പറേച്ചറിൽ. ഇതാണ് വസിഷ്ഠ ടെമ്പിൾ. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നാച്ചുറൽ ഹോട്ട് വാട്ടർ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊന്നും കൂടുതലായിട്ട് പകർത്തിയില്ല. അപ്പം ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ പോയത് നമ്മൾ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലേക്കാണ്. അപ്പോൾ ഇതാണ് ടിബറ്റൻ മൊണാസ്ട്രി. ഇവിടെ ഒരുപാട് സഞ്ചാരികൾ എത്തുന്നുണ്ട്. പിന്നെ ഇത് അവിടുത്തെ പ്രാദേശിക ഡ്രസ്സാണ്. അപ്പം നിങ്ങൾ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കിത് ഉടുപ്പിച്ച് തരും. ഫോട്ടോസ് എടുത്തതിന് ശേഷം നിങ്ങൾക്കത് അയച്ചു കൊടുക്കാം. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പം നമ്മൾ ജസ്റ്റ് 2-3 ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ മണാലിയിലേക്ക് ചെറുതായി ഷോപ്പിങ്ങിന് ഇറങ്ങി. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കുറച്ച് ടയേർഡായി, കാരണം ലോങ് ട്രാവലും അതിനുശേഷം ജസ്റ്റ് കുറച്ച് ടൈമാണ് നമ്മൾ ഹോട്ടലിൽ ചിലവഴിച്ചത്. പെട്ടെന്ന് തന്നെ നമ്മളിങ്ങോട്ട് ഇത് കാണാനും ഇറങ്ങി. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ ചെറുതായി മഴയൊക്കെ പെയ്തായിരുന്നു മണാലിയിൽ. എങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് ചെന്ന് ഫ്രഷായി അതിന് ശേഷം ഫുഡ് കഴിച്ച് എല്ലാവരും വിശ്രമത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നീടുള്ള ദൃശ്യങ്ങൾ ഇനി ഞാൻ അടുത്ത എപ്പിസോഡിലേക്കാണ് കാണിക്കാനായി പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. മണാലിയിലെ മെയിൻ ദൃശ്യങ്ങളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം. ഓക്കെ, ബൈ.